ഇദാ സ്വല്ലൽ അബ്ദു സ്വലാത ഫീ അവ്വലിൽ വഖ്ത്. റസൂലുള്ളാഹി പറയാണ്, ഫസ്റ്റ് ടൈമിൽ ആദ്യ സമയത്ത് തന്നെ ഒരാൾ നിസ്കാരം നിർവഹിച്ചാൽ സഇദത്ത് ഇലസ്സമാ, ആ നിസ്കാരം വാനലോകത്തേക്ക് ഉയർന്നു പോകും. വലഹാ നൂറുൻ, ആ നിസ്കാരത്തിന് നല്ല വെളിച്ചമുണ്ടാകും. നമ്മൾ ദുഹർ ബാങ്ക് കൊടുത്തു, ദുഹർ നിസ്കരിച്ചു കഴിഞ്ഞാൽ അദാ ആയിട്ട് നിസ്കാരം അങ്ങ് നിർവഹിച്ചു കഴിഞ്ഞാൽ, ഭംഗിയായി നിർവഹിച്ചാൽ അത് വാനലോകത്തേക്ക് ഉയർന്നു പോകുമ്പോ കൂടെ വെളിച്ചവും ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദുനിൽ മുസ്തഫ. അങ്ങനെ അങ്ങ് പോയി 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 ഹത്താ തന്തഹിയ ഇലൽ അർശ്, അത് അർശിന്റെ ചുവട്ടിൽ ചെന്ന് മുട്ടും. അതുവരെ പോകും. അർശിന്റെ ചുവട്ടിൽ ചെന്ന് മുട്ടിയിട്ട് അവിടെ തൂങ്ങിക്കിടക്കുന്ന ഈ നിസ്കാരം ഫതസ്തഗ്ഫിറ ലിസാഹിബിഹാ, അല്ലാഹ് സ്വീകരിക്കുന്ന ഒരു ദുഹർ നിസ്കാരം നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് അർശിന്റെ ചുവട്ടിൽ പോയിട്ട് ഫതസ്തഗ്ഫിറ ലിസാഹിബിഹാ, ആ നിസ്കാരം നിർവഹിച്ചവന് വേണ്ടി അത് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ദ്വാരക്കുന്ന. പക്ഷേ എന്ത് ചെയ്യണം? ആ നിസ്കാരം ആവണം. അതാണ് പൊങ്ങി പോകണം. എത്ര നിസ്കാരം ഉണ്ടാവോ ആവോ, അർശിന്റെ ചുവട്ടിൽ ഒന്നുമില്ലെന്നും അറിയില്ല. നമ്മൾ നിസ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് കോലം പോലെ ആവണം. അല്ലാഹ് സ്വീകരിക്കണം. അതേ, ആ അർശിന്റെ ചുവട്ടിൽ വെച്ച് അത് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നിസ്കരിച്ച സ്വഹീഹായ ഒരു ദുഹർ നിസ്കാരം അർശിന്റെ ചുവട്ടിൽ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, ഹഫിളക്കല്ലാഹു കമാ ഹഫിൾതനി, ഹഫിളക്കല്ലാഹു കമാ ഹഫിൾതനി, അല്ലാഹ് നീ എന്നെ കീപ്പ് ചെയ്തതുപോലെ അല്ലാഹ് നിന്നെയും കീപ്പ് ചെയ്യട്ടെ. എത്ര നല്ലൊരു പ്രാർത്ഥനയാണത്. നിസ്കാരം പറയാം, നീ വഖത്തായപ്പോഴേക്ക് എന്നെ നിസ്കരിച്ച് ഒഴിവാക്കിയല്ലോ, നീ അത് കൃത്യമായി സൂക്ഷിച്ചല്ലോ, എന്നതുപോലെ നിന്റെ കാര്യം അല്ലാഹ് നോക്കട്ടെ. ഇനി അതേ സമയം ഒരു മനുഷ്യൻ നിസ്കരിച്ചത് അതിന്റെ ആ സമയത്താണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഖളാ ആക്കിയിട്ടാണ് നിസ്കരിച്ചതെങ്കിൽ, ആ നിസ്കാരം ആകാശത്തേക്ക് കയറിപ്പോകുമ്പോ ഇരുട്ട് മൂടിയ അവസ്ഥയിലാണ് കയറിപ്പോകുക, വെളിച്ചമുണ്ടാവൂല. ഇരുട്ട് മൂടിയിട്ട് ഒരു ഇരുട്ടിങ്ങനെ കയറിപ്പോകും. ഫൈദൻ തഹതീല സമാ, അത് ഒന്നാനാകാശത്തേക്ക് അടുത്തിനോടുകൂടെ തന്നെ തുലഫു കമാ യുലഫു സൗബുൽ ഖലീം, പഴകി ദ്രവിച്ച വസ്ത്രം ചുരുട്ടി എറിയും പോലെ അവിടുന്ന് ചുരുട്ടി ഭൂമിയിലേക്ക് തന്നെ വയുദ്റബു ബിഹാ വജ്ഹു സാഹിബിഹാ, ആ നിസ്കാരക്കാരന്റെ മുഖത്തേക്ക് തന്നെ തിരിച്ചെറിയപ്പെടും. എന്നിട്ട് ആ നിസ്കാരം നിസ്കരിച്ച സാഹിബിനോട്, കൂട്ടുകാരനോട്, ആ സ്വീകരിക്കപ്പെടാത്ത ദുഹർ നിസ്കാരം പറയും, വയ്യഅകല്ലാഹു കമാ വയ്യഅതനി, വയ്യഅകല്ലാഹു നീ എന്നെ പാഴാക്കിയതുപോലെ, നീ എന്നോട് അലംഭാവം കാണിച്ചതുപോലെ നിന്നെ അല്ലാഹു പാഴാക്കി കളയട്ടെ. ഇതാണ് നിസ്കാരം ഖളാ ആക്കി നിർവഹിച്ചാലുള്ള അവസ്ഥ. അദാ ആയി നിർവഹിച്ചാൽ നേരത്തെ പറഞ്ഞ ലാഭവും കിട്ടും. അതുകൊണ്ട് എല്ലാവരോടും ഉണർത്തുന്നു, എല്ലാവരും നിസ്കരിക്കണം. അദാ ആയി തന്നെ നിസ്കരിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാന മൻ ജല്ല ജലാലുഹു, നിസ്കരിക്കാതിരിക്കുക എന്നത് എത്ര വലിയ പാപമാണ്, എത്ര വലിയ പാപമാണ്. നോക്കൂ നിങ്ങൾ, ബനൂ ഇസ്രായേലിലുള്ള ഒരു പെണ്ണ്, ബനൂ ഇസ്രായേലിലുള്ള ഒരു പെണ്ണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്നിട്ട് പറയാൻ, യാ റസൂലല്ലാഹ് ഇന്നി അദ്ലബ്തു ദംബൻ അദീമാ, അല്ലയോ അല്ലാഹുവിന്റെ റസൂലായ മൂസാ, ഞാൻ വലിയ ഒരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ചെയ്ത പാപത്തിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് തൗബയും ചോദിച്ചിട്ടുണ്ട്. ചെയ്ത പാപത്തിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് തൗബയും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങളൊന്ന് ദുആരക്കുക മൂസ നബിയെ, എന്റെ പാപം അല്ലാഹ് പുറത്തു തരണം. വയതൂബ അലയ്യ, ഞാൻ മനമുരുകി പ്രാർത്ഥിച്ച പ്രാർത്ഥനകള്, എന്റെ തൗബകള്, എന്റെ പശ്ചാത്താപങ്ങള് അല്ലാഹു സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി അല്ലാഹ് ദുആ കിതാബത്ത് തരുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് നിങ്ങളെ സമീപിച്ച് പറയാൻ എനിക്ക് വേണ്ടി ഒന്ന് ദുആരക്കോ. അപ്പൊ ഫഖാല ലഹാ മൂസ, മൂസ അലൈഹിസ്സലാം ആ പെണ്ണിനോട് പറഞ്ഞ വാക്ക്,
മൂസ നബി അലൈഹി സ്വലാം ആ പെണ്ണിനോട് മറുപടി പറഞ്ഞു, ചോദിച്ചു, മാദം ബുക്കി, മോളെ നീ ചെയ്ത തെറ്റെന്താ പറ, നീ ചെയ്ത പാപം എന്താന്ന് പറയാ. ഞാൻ വലിയൊരു പാപം ചെയ്തിട്ടുണ്ട്, അതൊന്ന് പുറത്തു കിട്ടാൻ ദ്വാരക്കോ, പിന്നെ തൗബ സ്വീകരിക്കാൻ ദ്വാരക്കോ എന്നൊക്കെ ചോദിക്കുമ്പോ നീ ചെയ്ത പാപം ഒന്ന് അറിയണ്ടേ ഞാൻ, എന്താ നീ ചെയ്ത പാപം? അവിടുന്ന് പറഞ്ഞു, യാ നബിയല്ലാഹ് ഇന്നി സനൈതു വവലത്തു വലദൻ ഫഖതൽതുഹു. പ്രിയപ്പെട്ടവരെ, ഞാൻ വ്യഭിചരിച്ചു, അവിഹിത ബന്ധത്തിലേർപ്പെട്ടു, ഒരു കുഞ്ഞിന് ഞാൻ ജന്മം കൊടുത്തു, ഒരു കുഞ്ഞിനെ ഞാൻ ജന്മം കൊടുത്തിട്ട് ഫഖതൽതുഹു, ആ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? വ്യഭിചരിച്ചിട്ടുണ്ട്, അതിൽ എനിക്കൊരു കുഞ്ഞ് ജനിച്ചു, മാനക്കേട് ഭയന്നുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ കൊന്നു. ഇന്ന് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഫഖാല ലഹാ മൂസാ അലൈഹിസ്സലാം, ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം ആ പെണ്ണിനോട് ഇതിങ്ങോട്ട് കേട്ടപ്പം വ്യഭിചരിച്ചു ഒന്നുമല്ല, ആ കുട്ടിയെ കൊല്ലുകയും ചെയ്തു അല്ലേ, ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞിനെ കൊന്നുകളയുകയും ചെയ്തു. ഉഖ്റുജി യാ ഫാജിറ, ഉഖ്റുജി യാ ഫാജിറ. ബഹുമാനപ്പെട്ട മൂസാ നബി ഉടനെ പറഞ്ഞു, എടിത്തേ പിടിച്ചി, ഇറങ്ങിപ്പോ, എന്റെ പടി ഇറങ്ങി, എന്റെ പടി ഇറങ്ങണം, എന്റെ സ്റ്റെപ്പ് ഇറങ്ങിപ്പോകണം. എന്തേ കാരണം? നിന്റെ അവലക്ഷണം, നീ നിന്റെ ലക്ഷണക്കേട് കാരണമായി നീ ഇവിടെ ഈ പുരയിൽ താമസിക്കുന്നു, ഇവിടെ നിൽക്കുന്നു എന്ന കാരണം കൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വല്ല തീയും ഇറങ്ങി വന്നിട്ട് ഞങ്ങളെ കരിച്ച് നശിപ്പിച്ച് കളയുകയാണെങ്കിൽ, ഞങ്ങളെ നശിപ്പിച്ച് കരിച്ച് കളയുകയാണെങ്കിൽ അത് ഞങ്ങളും കൂടെ അതിൽ പെട്ടുപോകും. അതുകൊണ്ട് വേഗം സ്ഥലം കാലിയാക്കിക്കൊള്ള, ഇറങ്ങു പെണ്ണേ എന്ന് പറഞ്ഞു. ഫഖറജതു മിൻ നിന്ദിഹി മുൻകസിറത്തുൽ ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതുന്നു, അവിടുത്തെ കിതാബു സമാജിറിൽ ഈ സംഭവം രേഖപ്പെടുത്തിയത് കാണാം. എന്താ ഈ സംഭവം? ആ പെണ്ണ് ഹൃദയം പൊട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ പടിയിറങ്ങി പോകുമ്പോൾ, പടച്ചോനെ എനിക്ക് തൗബയില്ലേ, ഞാൻ പെട്ടുപോയോ, സംഗതി അങ്ങനെ ഒരു അബദ്ധം എന്നിൽ നിന്ന് വന്നുപോയി, ധിക്കാരപൂർവം തെറ്റു ചെയ്തതല്ല, ധിക്കാരപൂർവം തെറ്റു ചെയ്തതല്ല, സാഹചര്യത്തിന് അടിമപ്പെട്ടുപോയി എന്നേ ഉള്ളൂ. നീ വലിയവനാണെന്നറിയാം, നിന്റെ ശിക്ഷയെക്കുറിച്ച് പേടിയില്ലാഞ്ഞിട്ടുമല്ല. അല്ലേ, അതാണല്ലോ തൗബയുടെ മനസ്സ്. ഈ പെണ്ണിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഫനസല ജിബ്രീൽ, ഉടനെ തന്നെ ജിബ്രീൽ ബഹുമാനപ്പെട്ട മൂസാ നബിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, യാ മൂസാ, മൂസ നബിയെ, ഇരിക്കുന്ന ചോദ്യം നിങ്ങൾ കേട്ടോ മൂസ നബിയെ, എന്നടിയിലെ അല്ലാഹു നിങ്ങളോട് മൂസാ, യാ മൂസാ, അല്ല ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാ പെണ്ണിനെ തിരിച്ചയച്ചു എന്ന് അല്ല ചോദിക്കുന്നുണ്ട്. ഉടനെ മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു. മൂസ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, പറയുകയാണ്, എന്ത് ജിബ്രീലേ, എന്താ നിങ്ങൾ പറയുന്നത്? ആ പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്തു, വളരെ വൃത്തികേടുകൾ കാണിച്ച പെണ്ണാണ്, അതുകൊണ്ടാണ് ഞാൻ അവളെ ഇറക്കി വിട്ടത്. ആ സമയത്ത് ചോദിച്ചു, അമാ വജത്ത ശർറൻ മിൻഹാ, ഈ പെണ്ണിനേക്കാൾ ഉളുപ്പ് കെട്ട പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിനേക്കാൾ മോശക്കാരെ നിങ്ങൾക്ക് അറിയൂലേ? മൂസ നബി അല്ലാഹ് ചോദിക്കുന്നുണ്ട്. മൂസ നബി ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹുവ ശർറു മിൻഹാ, ഈ പെണ്ണിനേക്കാൾ മോശക്കാരനായ ഒരാൾ ആരാണ്? ആണാവട്ടെ പെണ്ണാവട്ടെ, മൻ ഹുവ ശർറു മിൻഹാ, ഇവളേക്കാൾ മോശക്കാരനായ ഒരാൾ ആരാണ്? ഖാല താരിഖു സ്വലാത്തി അസ്വഉ ഹലം മിൻഹാ, നിസ്കാരം ഉപേക്ഷിക്കുന്ന വ്യക്തി, ആമിദൻ മുതഅമ്മിദൻ, മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിക്കുന്ന വ്യക്തി, അസ്വഉ ഹലം മിൻഹാ, ഈ പെണ്ണിനേക്കാൾ മോശക്കാരിയാണ്. ഇനി എന്തു വേണം? വ്യഭിചരിച്ചൊരു കുഞ്ഞിനെ കൊന്ന പെണ്ണിനെ കുറിച്ച് പറയാണ് ഇതിലേറെ മോശക്കാരി നിസ്കാരം ഖളാഅക്കുന്ന മനുഷ്യത്തി. സഹോദര സഹോദരി, ചിന്തിക്കുക, ഇനി നമ്മൾ എങ്ങനെയാ നിസ്കാരം ഖളാഅക്കുക? അല്ലാഹു തആല കാക്കട്ടെ.